അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കണ്ണേറ്, സിഹ്റ്, നാവേറ് ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ ഒരാളെ കണ്ണേറ് വെക്കണം എന്ന ചിന്തയോടുകൂടി അവനിൽ ആകൃഷ്ടമായ വസ്തുവിലേക്ക് ഞാനിങ്ങനെ നോക്കി നിന്നാൽ അത് കണ്ണേറ് ബാധിക്കാനുള്ള സാഹചര്യമുണ്ടാക്കുമോ? അല്ലെങ്കിൽ നാവേറ് പറ്റാൻ വേണ്ടി അതിനെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ നാവ് പറ്റുമോ? എങ്ങനെയാണ് കണ്ണേറും നാവേറുമൊക്കെ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഘട്ടം ഘട്ടമായി നമുക്ക് കണ്ണേറിനെക്കുറിച്ചും നാവേറിനെക്കുറിച്ചും സിഹ്റിനെക്കുറിച്ചുമൊക്കെ പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ഹക്കാണ്. എത്രയോ ആളുകൾ കണ്ണ് പറ്റി മരണപ്പെട്ടു പോയിട്ട് വരെയുണ്ട്, ഖബറിലെത്തി പോയിട്ട് വരെയുണ്ട്. ചില സ്വഹാബികൾ ചേർന്ന് കുളിക്കുന്ന സമയത്തിൽ അതിൽ ഒരു സ്വഹാബി കുളിക്കാൻ വേണ്ടി തൻ്റെ വസ്ത്രം ഊരിയപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ആ സ്വഹാബിയുടെ ശരീരത്തിലെ വെള്ള കണ്ടിട്ട് മറ്റൊരു സ്വഹാബി ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, ഇതെന്തൊരു വെളുപ്പാണ്. ഉടനെ ഈ വെളുത്ത നിറമുള്ള സ്വഹാബി ബോധരഹിതനായി വീണു എന്നാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഷയം അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത്, നിൻ്റെ നാവിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് നീ അത് പറയാൻ പോയത്, നീ തുപ്പിക്കള എന്ന് പറഞ്ഞു എന്നാണ്. ചില കാര്യങ്ങളിലേക്ക് ആശ്ചര്യത്തോടു കൂടി നോക്കുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ ആശ്ചര്യത്തോടു കൂടി നോക്കുമ്പോൾ അത് കണ്ണേറ് പറ്റാനും നാവേറ് പറ്റാനൊക്കെ കാരണമാകും. അത് ഇവിടെ കണ്ണേറ് പറ്റണം അല്ലെങ്കിൽ നാവേറുണ്ടാകണം എന്നുള്ള നെയ്യത്തോടു കൂടി നോക്കണം എന്നൊന്നുമില്ല. ആശ്ചര്യത്തോടു കൂടി ഒരു കാര്യത്തിനെ ഭീമമായി മനസ്സിൽ കാണുകയും പെട്ടെന്ന് നോക്കിക്കൊണ്ട് അതിൽ അത്ഭുതപ്പെടുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ണേറ് സംഭവിക്കാം. നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമ്പത്തിൽ ഒക്കെ കണ്ണേറ് പറ്റാനുള്ള സാധ്യതകൾ ഉണ്ട്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു സുന്ദരനായ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ എടുത്തിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ മുഖത്ത് ഒരു കറുത്ത പുള്ളിയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് കണ്ണ് പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേറിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില വഴികളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് രക്ഷ നേടാനുള്ള വഴികൾ? കാണുമ്പോൾ ഉണ്ടാകുന്ന ആശ്ചര്യത്തിന് ഒഴിവാക്കുക എന്നുള്ളതാണ്. സുന്ദരനായ കുട്ടിയുടെ മുഖത്ത് ഒരു കറുത്ത പുള്ളിയിട്ട് കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആശ്ചര്യം ആ മുഖത്തുള്ള കറുത്ത പുള്ളിയിലേക്ക് പോകും. അവിടെ കണ്ണേറ് പറ്റാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ലബീദ് ബിൻ അസം എന്ന് പറയുന്ന ജൂതനായ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ സിഹ്ർ ചെയ്തു. ആ സിഹ്റിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലെ 11 ആയത്തുകൾ, ഇബ്താലു സിഹ്ർ ബാത്തിലാകുന്ന 11 ആയത്തുകൾ ഇറങ്ങിയത്. ഏതാണ് ആ 11 ആയത്തുകൾ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഇത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ്. അപ്പോൾ സിഹ്റും കണ്ണേറും നാവേറും ഒക്കെ ഉള്ളതാണ്, സംഗതി സംഭവിക്കും. പക്ഷേ അതിനെ നമുക്ക് ബാധിക്കാതിരിക്കാനുള്ള വഴികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനെ ബാത്തിലാക്കാനുള്ള വഴികൾ പഠിപ്പിക്കുന്നുണ്ട്, ദിക്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. കണ്ണേറ് പറ്റാതിരിക്കാനുള്ള ദിക്റുകളുണ്ട്, അതുപോലെ സിഹ്ർ ബാത്തിലാക്കാനുള്ള ദിക്റുകൾ ഉണ്ട്, ആയത്തുകൾ ഉണ്ട്. ഖുർആൻ എല്ലാത്തിനും മരുന്നാണ് എന്നാണ്. ഇൻഷാ അല്ലാഹ് കണ്ണേറ് പറ്റാതിരിക്കാനുള്ള ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ ഇത് റസൂലുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവെ മന്ത്രിച്ച ദിക്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. മക്കളെയൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന ദുആ എടുത്തുകൊണ്ട് നിങ്ങൾ മന്ത്രിക്കുക. കണ്ണേറ് പറ്റൂല. മക്കളൊക്കെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ ആളുകൾ ആശ്ചര്യത്തോടു കൂടി നമ്മളെ മക്കളെ കണ്ട്
ഔ എന്ത് ഭംഗിയുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ക്ഷീണാവും. എപ്പോഴും സുഖമില്ലായ്മ, എന്താ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. നല്ലോണം ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയാണ്. എന്തേ പറ്റിയത്? എവിടുന്നോ ആരെയോ കണ്ണേറ് പറ്റിയിട്ടുണ്ടാകും. ഈ ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക, കുട്ടികളെ മന്ത്രിക്കുക, കുട്ടിക്ക് കണ്ണേറ് വരൂലാന്ന്. ഇനി ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനെ ക്ഷീണമോ പ്രയാസമോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിക്കാനുള്ളതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഈ രണ്ട് സൂറത്തുകളും അവരെ മന്ത്രിച്ചു കഴിഞ്ഞാൽ കണ്ണേറോ നാവേറോ ഒക്കെ ആണെങ്കിൽ, സിഹറൊക്കെ ആണെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ ഞാൻ പഠിപ്പിച്ചു തരാം. കണ്ണേറ് പറ്റി, നാവേറ് പറ്റി, സിഹറൊക്കെ പറ്റി ബുദ്ധിമുട്ടുന്ന, രോഗമനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആരെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട, ചൊല്ലിക്കൊടുക്കേണ്ട ദുആ: ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക മിൻ കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഈ ദിക്ർ അവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക, അവർ ചൊല്ലി മന്ത്രിക്കുക. ഇൻഷാ അല്ലാ ആ പ്രയാസം നീങ്ങിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണേറിൽ നിന്നും, നാവേറിൽ നിന്നും, അതുപോലെ തന്നെ സിഹറിൽ നിന്നുമൊക്കെ, പൈശാചികമായ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം, ഇതൊക്കെ ശൈത്താൻ്റെ പൈശാചികമായ കുൽസിതങ്ങൾ മാത്രമാണ്. ഇവയിലൊന്നും അകപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശൈത്താനീയത്തായ ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും, നമ്മുടെ ഭാര്യമാരെയും, നമ്മുടെ വീട്ടുകാരെയും, നമ്മുടെ കുടുംബക്കാരെയും, നമ്മുടെ വീടിനെയും സമ്പത്തിനെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.